ഞാൻ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ജയിലർ സിനിമയിലെ വിനായകൻ്റെ ശബ്ദം ചെയ്യാൻ ശ്രമിക്കാം. என்கிட்ட மேலே கூட நடந்து என்கிட்ட மேலே சேர்ந்து எல்லாம் கூட 10 வருஷமாக கரண்ட் கேட்டு என்கிட்ட கரண்ட் கேட்குறியாடா எல்லாம் வச்சு தாயம் விட மாதிரி யார் வச்சுன்னு போட செஞ்சு வச்சாலும் யாருக்கிட்ட போடணுன்னு யார் செஞ்சு வச்சாலும் யார் தெரிஞ்சவரோட யார் கேட்டாலும் அவனை எல்லாமே கொண்டுட்டு வேண்டா. உன் பேரனோட தலையாரத்து உனக்கு പാഴ്സൽ അനുപ്പർ വരേക്കും എനിക്ക് ഉറക്കമേ കൂടെ വരില്ലടാ. മനസ്സിലായോ സാറേ? അടുത്തായിട്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ശബ്ദം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളതാണ് നമ്മളെ ഇവിടെ കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും. അതെല്ലാം നമ്മൾ പോലീസുകാരെല്ലാം ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അടുത്തായിട്ട് നമ്മുടെ ബിഗ് ബോസിലെ അഖിൽമാരാറിൻ്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. എടി മര്യാദകൾ എൻ്റെ അടുത്ത് കാണിക്കരുത്, നീ മര്യാദകൾ എൻ്റെ അടുത്ത് കാണിക്കരുത്. നീ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ 4 ഇരട്ടി തിരിച്ചു കാണിക്കും. നിൻ്റെ ഒരഭ്യാസം എൻ്റെ അടുത്ത് നടക്കത്തില്ല. ഞാൻ പെശകാണെങ്കിൽ മഹാപെശക, നിനക്കറിയാമല്ലോ എന്നെ. ഞാൻ എല്ലാം ഉള്ള തൂത്തുവാരി അടിച്ച് താഴോട്ട് എടുത്തതേ മനസ്സിലായി നിനക്കെന്നെ. അടുത്തായിട്ട് ഈ ഡ്യൂക്കിൻ്റെ ശബ്ദം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ ഭീഷ്മപർവ്വതം സിനിമയിൽ നമ്മുടെ ജിനു ജോസഫിനെ നൽകിയിരിക്കാൻ ശ്രമിക്കുകയാണ്. താനെന്ത് വർത്താനാ ജെയിംസ് ഈ പറയണേ? തനിക്കറിയാവുന്നതല്ലേ, സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഒരു പറ്റി കഞ്ഞു കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവനൊക്കെ എപ്പം നോക്കിയാൽ ഇതിൻ്റെ അകത്ത് തന്നെയാണല്ലോ. ഇനി അടുത്തായിട്ട് നമ്മുടെ ജാഫർ ഇടുക്കിയുടെ ശബ്ദം നൽകിയിരിക്കാൻ ശ്രമിക്കുകയാണ്. കുഴപ്പമില്ല, ഇവിടെ ഒരു പോലീസും വരികയില്ല, ഇവിടെ ആരും വരികയും തൊടാനും വരില്ല. കൊച്ചൻ്റെ വീട് സംരക്ഷണത്തോടെയിരുന്നോളം, അവിടെ ഒരു കുഴപ്പവും വരികയില്ല, ആരും അവിടെ ഉപദ്രവിക്കാനും വരികയില്ല. എല്ലാം നമ്മുടെ പിള്ളേർ നോക്കിക്കോളും, അവരെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, അവരെല്ലാം ശരിയാക്കിക്കോളും. അടുത്തായിട്ട് നമ്മുടെ ഈ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് ഇനി ദൂരെ നിന്ന് ഒരു തീവണ്ടി വന്നാൽ എങ്ങനെ ഇരിക്കും? അടുത്തായിട്ട് നമ്മുടെ സ്വന്തം ദളപതി വിജയുടെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ്. யாரடிச்ச பொறிக்கலங்கி பூமி எதிர்த்து உடம்பில் நிற்கிறதோ அவன் தான் தமிழ். என்னை பார்த்து தமிழ்நாட்டில் இருந்து கேள்வி கேட்குற ஆள் நீ தாண்டா, உனக்கு தனியாக கவனிச்சுக்கிற. இப்போ வந்துன்றது முக்கியம் இல்லைடா, புல்லட் எப்படி இறங்குன்றதுண்டா முக்கியம். பணக்கார பூஸ்ட் பண்ணுற ஒரு கோண்டமில்ல ஸ்ட்ராபெரி ஃப்ளேவர் வேணும்னா ஒரு 7 குழந்தை தன்னோட வாழ்க்கையில் ஸ்ட்ராபெரியை நினச்சி பார்க்க முடியுமா? யார் அடித்தா திரும்பி அடிக்கணும்னா ஒரு மேலே கையை வைக்கிறதுக்கு முன்னாடி 100 தடவை யோசித்து கையை வை. ஒரு தடவை வச்சுட்ட உன்னால் யோசிக்கவே முடியாது. உனக்கெல்லாம் போலீஸ்காரன் பார்த்தாதடா, வேற 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 வேட்டக்காரன் தாண்டா வேணும். யாருன்னு அந்த நேசிக்கிறது கூட்டம் செய்கிறது கஷ்டம்னு எவ்வளோ மட்டும் எனக்கு தான் தெரியும். இப்போ வந்துன்றது முக்கியம் இல்லைடா, புல்லட் எப்படி இறங்கணும் தான்டா முக்கியம். ஊருக்கு பதில் விட்டுட்டு போன பழக்கம் எல்லாம் கிடையாது. சென்னை போட்டவர் இறங்கிட்டானா ஜெயிக்கணும், ஜெயிச்சாகணும். நான் வீடு 4 தீக்காட்சி இல்லை, சூர்யா. பிளடி ஸ்வீட். தேங்க்யூ.